കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിനതാ ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചുപോയി. അപ്പൊ നീ ഈ 21 തീയതി മുതൽ ഇവള് 2 തീയതി വരേക്കുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല. അറിയാലോ, ശ്രീലക്ഷ്മി മുഖേനയാണ് പോയത്. അന്നത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ അന്നത്തെ കൂടി ദാസേട്ടനും ശ്രീലക്ഷ്മിയായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടി അവിടെ കൊണ്ട് നിർത്തി. എല്ലാവർക്കും നമസ്കാരം. റണാസുന ഞാൻ വല്ല അസിസ്റ്റന്റിനെ വല്ല വയ്ക്കാൻ പോണു എന്റെ ചാനലിന് വീഡിയോ ചെയ്യാനായിട്ട്. കാരണം ഞാൻ മടുത്ത് രണാസുന വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റിനെ വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ വന്ന് രണാസുനയുടെ കാര്യങ്ങൾ സംസാരിക്കണോ അതാ ഇനി വേറെ അസിസ്റ്റന്റിനെ വെച്ചിട്ട് സംസാരിപ്പിക്കണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യട്ടെ, അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മതി, ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം, ഇല്ലെങ്കിൽ വേറെ ആളെ പിടിച്ചിരുത്താം. പയ്യടെ ഞാൻ മടുത്ത്, അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും രണാസുന ആര് തുമ്മിയാലും തൂറിയാലും പെടുത്താലും റിപ്ലൈ വീഡിയോ ആയിട്ട് വരുന്ന രണാസുനയുടെ അനക്കമില്ല. കാറ്റ് പോയെന്നാണ് തോന്നുന്നത്. അതോ ഇനി വല്ല മുട്ടയും പറക്കി വെച്ച് അടയിരിക്കുന്നോ എന്തോ. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരും, അറിയാൻ പാടില്ല. എവിടെയാണോ എന്തോ കാണാനില്ല. കുറേ അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. ഇതുപോലെ തന്നെ ഹനാൻ വന്നിട്ട് ഒരു അലിഗേഷൻ പറഞ്ഞപ്പോ പിന്നെ കാണാനില്ലായിരുന്നു, മുങ്ങി. പിന്നെ ഖതം. പിന്നെ കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കൂടി വന്ന് 2 മുക്കൾ ഇട്ടിട്ട് പോയത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, നമ്മൾ അതൊക്കെ കാര്യമാക്കണോ എന്നുള്ള സെറ്റപ്പിലായി. പറയുന്നവരൊക്കെ പറയട്ടെ, നെഗറ്റീവ് പോരട്ടെ. ഈ ഒരു സെറ്റപ്പിലായിരുന്നു രണാസുനയുടെ സംസാരം, രേഷ്മാപ്പി തങ്കച്ചന്റെ സംസാരം. ഓക്കെ, എന്നാൽ ഇപ്പോ അതുപോലെ തന്നെ വേറെയും കുറെ അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഏതോ വേറെ ഠോകൾ ഷെഫീനയുടെ ചാനൽ വഴി കുറെ വോയിസുകൾ വിട്ടിട്ടുണ്ട്. ഏതോ ഠോകൾ തന്നെയാണ് അത്, അവര് എന്നെ സമ്മതിക്കുന്നുണ്ട്. അവർ വന്നിട്ട് രണാസുന മറ്റവളാണ് മറിച്ചവളാണ്, അവൾ അവിടെ വരുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്, അതായത് ദുബായിലൊക്കെ വരുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്, മറ്റാണ് കടത്താണ്, പിടുത്തമാണ്, പിടിയാണ്, വലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അലിഗേഷൻസ് വരുന്നുണ്ട്. രണാസുനയാണ് കാണാനില്ല. ഞാൻ കാത്തിരിക്കുകയാണ്, ഇപ്പൊ ഒരു റിപ്ലൈ. എവിടെ ഇടി നീ? പ്രത്യേകിച്ച് കടത്തിനെ പറ്റിയിട്ട് നീ കിടന്ന് ഉരുളുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ മറ്റേ പരിപാടിയെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ വരുന്നുണ്ടല്ലോ, കുറെ വരുന്നുണ്ട്, വോയിസുകളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷെ രണാസുനയുടെ ഒരു അനക്കവും ഇല്ല. എന്തെങ്കിലുമൊക്കെ പറ, അല്ലെ ആളുകൾ എന്ത് വിചാരിക്കും, ഇതെല്ലാം സത്യമാണെന്ന് വിചാരിക്കും. ഇത്രയൊക്കെ പറയുമ്പോ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചില്ലേ പിന്നെ ഇതെല്ലാം സത്യം എന്നല്ലേ വിചാരിക്കത്തുള്ളൂ. നാളെ എനിക്കെതിരെ വന്നിട്ട് ഒരു പെണ്ണ് അലിഗേഷൻ പറഞ്ഞെന്ന് വെച്ചോ, അല്ലെങ്കിൽ എനിക്കെതിരെ 10 വോയിസോ 10 ചാറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറെ അലിഗേഷൻ വന്നെന്നങ്ങ് വെച്ചോ. വരുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും മിണ്ടിയില്ലെങ്കിൽ അർത്ഥമുണ്ടോ? പകരം ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് പറയാനുള്ളതും എന്റെ സൈഡും എനിക്ക് ക്ലിയർ ചെയ്യണം, അല്ലേ? അതല്ലേ അതിന്റെ ഒരു ശരി. പിന്നെ കോടതിയിലൊക്കെ കേസ് പോയിട്ടുണ്ടെങ്കിലാണ് ചിലപ്പോൾ ചിലവരൊക്കെ പ്രതികരിക്കാതിരിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്തായാലും ഈ രണാസുന ഇനിയിപ്പോ കേസ് കൊടുത്ത് കോടതി വരെ എത്താനുള്ള സമയമൊന്നും ആയില്ല. ആദ്യം സ്റ്റേഷനിൽ കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ട് പിന്നെ കോടതി കയറത്തുള്ളൂ. അതുകൊണ്ട് കോടതി വരെ എത്താനുള്ള സമയമായില്ല. ആ സ്ഥിതിക്ക് രണാസുനയ്ക്ക് ഇതിനൊരു റിപ്ലൈ കൊടുക്കുന്നതിൽ വലിയ ക്ഷീണമൊന്നും ഞാൻ തോന്നുന്നില്ല. പിന്നെ എന്ത് കൊടുക്കുമെന്നായിരിക്കും. അയ്യോ കിടന്ന് പെരണ്ട് ഉരുളേണ്ട അവസ്ഥ വരുമെന്നാ. ഞാൻ ഇതൊന്നും സത്യമാണെന്ന് വാദിക്കുന്നില്ല കേട്ടോ, കാരണം എന്റെ തെളിവൊന്നുമില്ല. നാളെ എന്നെ പറയല്ലേ ഞാനാണ് ഇതെല്ലാം പടച്ചു വിട്ടത്, അമ്മച്ചാണ് ഞാനല്ല കേട്ടോ, എനിക്കിതിലൊരു പങ്കുമില്ല. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ വല്ല അസിസ്റ്റന്റിനെ പിടിച്ചിരുത്തി ചാനൽ റൺ ചെയ്യിപ്പിക്കാം. ഞാൻ മടുത്തു. ഇനി നാളെ എല്ലാം കൂടി തലേന്ന് വരും. അതുകൊണ്ട് ഞാനല്ല കേട്ടോ രണാസുന, നീ വിചാരിക്കില്ലേ ഞാനല്ല ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നേ ഉള്ള കാര്യമാ. അപ്പൊ രണാസുന എല്ലാത്തിനും തുപ്പിയാണ്. എന്തിന്? ഞാൻ വന്നിട്ട് 2 കൊല്ലം പറഞ്ഞു കഴിഞ്ഞാൽ എടാ അതിലേ നിനക്ക് നാണം ഉണ്ടാടാ നാറി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇറങ്ങുമല്ലോ. ഇത്രേ വലിയ അലിഗേഷൻ വന്നിട്ട് നിന്നെ കാണാനില്ലല്ലോ. എവിടെ ഏത് കുളത്തിന്റെ അകത്ത് താന്നിരിക്കണെന്ന് എനിക്കറിയാൻ പാടില്ല. രണാസുന അത് ശരിയല്ല, പ്രതികരിക്കണം. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞങ്ങളെ പോലെയുള്ള ഫാൻസ് കട്ട വെയിറ്റിംഗിൽ ഇരിക്കുകയാണ് രണാസുനയുടെ പ്രതികരണം. മോശം, വളരെയധികം മോശം. ഇത് നിർത്തണം, പ്രതികരിക്കണം. നമ്മുടെ ശാന്തിവള ദിനേശ് ഏട്ടനും കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ട് ജയിപ്പിക്കല്ലേടി എന്ന് പറഞ്ഞും കൊണ്ട്. എന്താണ് ശാന്തിവള ദിനേശ് അപ്പുപ്പ എന്നൊക്കെ പറഞ്ഞ് നീ ഇറങ്ങിയപ്പോ അങ്ങേര് കുറെ വലിച്ചൊരു ജൗരി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും പ്രതികരണം ഒന്നും കണ്ടില്ലേ നമ്മൾ വിചാരിക്കും ഇതെല്ലാം സത്യമാണെന്ന്. എന്തിനങ്ങനത്തെ ഒരു ഇത് നമുക്ക് വേണോ? നമുക്ക് അങ്ങനെയൊക്കെ വേണോ? നമ്മൾ പ്രതികരിക്കണോ? നീ പ്രതികരിച്ചാലേ നമുക്ക് അടുത്ത് പ്രതികരിക്കാൻ പറ്റൂ. ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ സന്തോഷമായില്ലേ? എന്തായാലും സഫീനയുടെ ചാനലിൽ വന്നിട്ടുള്ള அந்த വോയിസ് நான் உங்களுக்கிட்ட கேள்விக்கிறேன். கொஞ்சமா கேட்டு எனக்கு தெரிஞ்சது ஞானம் சொல்லி அப்படியே போயிட்டு இருக்க. எங்கேயாவது போய் தொலைறேன். പാക്ക് 21 ഇവള് 2 തീയതി വരേക്കുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ 21 മുതൽ 2 തീയതി വരെയുള്ള ഷെഡ്യൂൾ ആയിരുന്നു ഇവൾ ഇവിടെ പറഞ്ഞിരുന്നത്. അതായത് സംഭവം എപ്പോഴത്തെ സംഭവം എന്നറിയാമോ? മറ്റേ 2 തീയതി നാട്ടിൽ വരാൻ വേണ്ടി നിന്ന് കിച്ചു അടിച്ചേറി കയറ്റി വിട്ട് നിന്ന സമയത്തുള്ള സംഭവമാണ് കേട്ടോ.
അതായത് 2-ാം തീയതി നാട്ടിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ കിച്ചു ഇവിടെ നിന്ന് അടിച്ചേറി കയറ്റി വിട്ടായിരുന്നു. ഇപ്പൊ കിച്ചുമായിട്ടൊരു ബന്ധമില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. നല്ല കാര്യം, അവൻ രക്ഷപ്പെട്ടു. ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അതായത് കുറെ കസ്റ്റമേഴ്സ് വരുമെന്ന് പറഞ്ഞിരുന്നു, ആർക്കും വരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ഈ വോയിസിൽ പറഞ്ഞു വയ്ക്കുന്നത്. രേണു തന്നെ ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ കസ്റ്റമർ എനിക്ക് തന്ന ഗിഫ്റ്റ് ആണെന്ന്. കസ്റ്റമർ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് പറയാൻ വേണ്ടി മാത്രം ദുബായിൽ അങ്ക് എന്നാ ബിസിനസ് താ ഓങ് നീങ്ക പണി വച്ചിരിക്കെ തെറിയാത്. അവിടെ ബിസിനസ് ഉള്ളതായിട്ടൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. ഇനി ആരും അറിയാതെ രഹസ്യമായിട്ട് എന്ത് ബിസിനസ് എങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ റിനാസുനെ ഒന്ന് പുറത്ത് പറയണം കേട്ടോ, അല്ലെങ്കിൽ മോശമാണ്. അവരൊക്കെ തെറ്റിദ്ധരിക്കില്ലേ, നമുക്കെന്തിനീ ചിത്തപ്പേര്, നീ പറയടി. അപ്പൊ ഈ വരാത്തതിന്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിന്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിന്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതില് 2-ാം തീയതിക്ക് പോവാൻ പറ്റാത്തതിന്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് പറയണു, നമ്മൾ ഇവിടെ കിടന്ന് കഞ്ഞി പരിപാടി കാണിക്കുന്ന പോലെ അവിടെ പോയി കാണിക്കില്ലേ. നമ്മുടെ നാട്ടിനാണ് ചീത്തപ്പേര്. നീ കഞ്ഞിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചിട്ട് ആ കഞ്ഞി പരിപാടി അങ്ങ് ദുബായിലും പോയി കാണിക്കാൻ നിന്നാ നാണക്കേടി എന്നെ. നാട്ടുകാരുടെ വായിലിരിക്കുന്ന കേൾക്കാനായിട്ട് ഇവിടെ ഒന്നും അവരാതി പറ്റാതെ അങ്ങ് പോയിരിക്കണം. പോട്ടെ. ഇവളുടെ റൂം ഇവർക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണം ചെമ്പരത്തി എന്നൊക്കെ പറയുന്ന വീഡിയോ? പാപ്പിലോൺ, ചെമ്പരത്തി, മുല്ല, ഫയർ, മുത്തുച്ചിപ്പി, എന്തോ തുണ്ട് ബുക്ക് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരാരും വിളിച്ചിട്ട് വരില്ല. അവന്മാരെ വരാത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. യവന്മാരെല്ലാം ഓണേഴ്സ് എല്ലാം വിളിച്ചെത്ത് വന്നു കഴിഞ്ഞാൽ ഇമാതിരി നാറികന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർക്ക് ചീത്തപ്പേര് കിട്ടും. അത് അവന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവന്മാർ പുറത്തു വരാത്തത്. കാരണം ഇവളെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം അവന്മാർ കുറച്ച് നെഗറ്റീവ് ആയാലും പ്രൊമോഷൻ കിട്ടും. 10 ആളറിയും, നാട്ടിലുള്ള ആൾക്കാരും അറിയും, അവിടെയും കുറച്ച് പേരൊക്കെ എങ്ങനെയെങ്കിലും എവിടെ കൂടിയെങ്കിലും ഒക്കെ അറിയും. അതുകൊണ്ടാണ് ഇവളെയൊക്കെ കൊണ്ടുവരുന്നത്. അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശമല്ല, അല്ലാതെ ഇവളെ വളർത്താനല്ല. ഇനി ഈ ചേച്ചി പറയുന്ന പോലെ എന്തെങ്കിലും കശപിശ പരിപാടികളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. പ്രത്യേകിച്ച് രേണുവിനെ പറഞ്ഞിട്ടുണ്ട് എവിടെയോ കസ്റ്റമേഴ്സ് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്ന്. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ തനിക്ക് അവിടെ ബിസിനസ് എന്തെങ്കിലും വേണ്ട. അങ്ങനെയാണെങ്കിൽ എന്ത് ബിസിനസ് അവിടെ നടത്തുന്നേ? അണ്ടിപ്പരിപ്പ് കച്ചവടം വല്ല ആണ്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളു. വിളിച്ചത് വരത്തില്ല. പിന്നെ ഈ പെൺകൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി, അവിടെ കുറെ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ടാ വരാത്ത? ഇവളുടെ കുറെ വയറ് കാണിച്ച തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് അതാണ് അറിയണ്ട. വയറ് കാണിച്ച തുള്ളലിന് ശേഷം അടിയിൽ കൂടി എന്ത് വ്യാപാരമാണ് അവിടെ നടന്നത്? വല്ല പഞ്ഞിക്കച്ചവടമാണ്? ഉഴുന്ന് വടയാണോ, തുളവടയാണോ, പരിപ്പ് വടയാണോ, മസാല വടയാണോ, ബഹൽപ്പൊരി, പനിപ്പൊരി, മസാൽപ്പൊരിയായി അന്തമാതിരി ഏതാவது കച്ചവടമാണോ എന്ന് അറിയില്ല. എന്തെല്ലാം കൊള്ളാം, കച്ചവടം കെങ്കേമമാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇത് രണ്ടും നോട്ട് ചെയ്യണം കേട്ടോ, എല്ലാവരും നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ദുബായിൽ ഇമാതിരി സ്വർണ്ണക്കടത്തും ഡ്രഗ്സും ഒക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ അവർക്ക് നാണക്കേടാണ്. ഇത് തക്കതായ രീതിയിൽ അവിടുത്തെ ദുബായ് പോലീസിൽ ആരെങ്കിലും ഒക്കെ അവിടെ ഇപ്പൊ താമസിക്കുന്ന മലയാളികൾ ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തിട്ട് അവിടുത്തെ ദുബായ് പോലീസിൽ ഇത് പരാതിപ്പെടണം. കാരണം ഈ പറയുന്ന ചെമ്പരത്തി, പാപ്ലോൺ എന്ന് പറയുന്ന ഈ റെസ്റ്റോറന്റുകളുമായി കേന്ദ്രീകരിച്ച് രേണുസുതി എന്ന് പറയുന്ന ഒരാൾ അവിടെ വരികയും അതേ തുടർന്ന് അവിടെ ഡ്രഗ്സ് ആൻഡ് മറ്റേ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ അമ്മാതിരി കച്ചവടങ്ങൾ ഇല്ലീഗലായിട്ട് നടക്കുന്നു എന്നുള്ളൊരു കാര്യമടക്കം ഈ ഒരു വോയിസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ദുബായിലുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് അവിടെ ദുബായ് പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ കേരളത്തിലെ കാര്യങ്ങൾ നമ്മൾ ഏതാണ്ടൊക്കെ നീക്കുന്നുണ്ട്, കരുക്കൽ മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഇമാതിരി സ്വർണ്ണക്കടത്തും കാര്യങ്ങളും നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ അടക്കം വന്ന സ്ഥിതിക്ക് ഇത് നമ്മൾ അത്യാവശ്യം നല്ല മെയിൻ ആളുകളിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അന്വേഷണങ്ങൾ തുടർന്നുണ്ടാവും. രേണുസുതിയെ ചിലപ്പോൾ ചോദ്യം ചെയ്യും. അതുപോലെ ഈ ചാനലില് ഈ വോയിസ് ആദ്യമായി ചാനലിൽ വിട്ട ചാനലുകാരെ ചോദ്യം ചെയ്യും, എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? കാരണം ഇത് ചെറിയ അലിഗേഷൻ അല്ല. നമ്മുടെ കേന്ദ്രത്തിനെയും നമ്മുടെ നാടിനെയും നമ്മുടെ കൊച്ചു കേരളത്തിനെയും നമ്മുടെ ഇവിടുത്തെ മന്ത്രിസഭയെ എല്ലാം ബാധിക്കും. പോലീസിനെയും ഈ പറയുന്ന എല്ലാവരും എയർപോർട്ടിനെ മൊത്തത്തിൽ ബാധിക്കും. മൊത്തത്തിൽ സകലകലാ വല്ലഭൻ എന്ന് പറയുന്നത് പോലെ മൊത്തം ഇതിനെയും തന്നെ ബാധിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഇത് ആപ്പോപ്പ കേസായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് തീർക്കേണ്ടല്ല. നമ്മുടെ കൊച്ചി എയർപോർട്ട് വഴി സ്വർണ്ണക്കടത്തി ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ മറ്റേ ഇരിക്കുന്നവന്മാരെല്ലാം മാങ്ങ ഉറക്കെ ഇരിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ അടക്കം അലിഗേഷൻസ് വരികയാണ്, അല്ലെ? അവർ ഇതിന്റെ ഇടയിൽ അവർക്ക് പങ്കുണ്ടോ? അവിടെ ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും
ആ ഒരു സംശയത്തിന്റെ നിഴലിൽ കാണേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തക്കതായ അന്വേഷണം അന്വേഷിക്കണം. അതിനായിട്ട് ഇത് പലരിലേക്കും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെയൊക്കെ ഓരോ അപ്ഡേഷൻസ് വരും. അപ്പോഴും മനസ്സിലാവും എല്ലാം പെടും. തച്ചു വച്ചോ, വന്നവന് നിന്നവനും പോയവനെ ഇരുന്നവനും പെടും. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെമ്പിള്ളേരെ, അതായത് പാവപ്പെട്ട വീടുള്ള പെമ്പിള്ളേരെയാണ് ഇവന്മാര് നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവരെ അടിമകളാക്കും. ചേച്ചി ഇത്രയും കാലം എവിടെയായിരുന്നു? ചേച്ചി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇത്രയും കാലം എവിടെയായിരുന്നു? പിന്നെ ചേച്ചി എന്താണ് അവിടെ ചെയ്യുന്ന പണി? ഇതൊക്കെയാണ് എനിക്ക് അറിയാനുള്ള ഒരു കേസ്. ചേച്ചി ഇത്രയും പതിവ്രതയായിരുന്നെങ്കിൽ ചേച്ചി എന്താണ് അവിടെ ചെയ്യുന്ന പണി? ചേച്ചിക്ക് എല്ലാം അറിയാലോ അവിടുത്തെ A to Z കാര്യങ്ങൾ. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നല്ല പച്ചക്കള്ളമാണെന്നോ ശരിയാണെന്നോ ഞാൻ സ്ഥാപിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ പിന്നാലെ അന്വേഷണം വരണം. ഇത് ചെറിയ കേസല്ല. ഇത് കളിച്ച് അലിൻജോസ് പെരേരയും AJP ആറാട്ടണ്ണനും ലൂപ്പിൽ നിന്ന് മാറി ഈ കളി ഇന്റർനാഷണലിലോട്ട് പോയിരിക്കുകയാണ്. ദുബായ് എന്ന് പറയുന്ന രാജ്യത്തിനടക്കം നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസ് ആണ് ഈ വരുന്നത്. അതായത് ഇവിടെ നിന്ന് മലയാളിയായ ഒരു സ്ത്രീ അവിടെ പോകുന്നു, അവര് വേറെ രീതിയിലുള്ള വഴിവിട്ട രീതികൾ അവിടെ കാട്ടിക്കൂട്ടുന്നു, സ്വർണ്ണക്കടത്ത്, ഡ്രഗ്സ് എന്നുള്ള പല രീതിയിലുള്ള കടത്തുകൾ ഉൾപ്പെടെ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ആ സ്ഥിതിക്ക് അവരുടെ ക്രെഡിബിലിറ്റിയെ നോക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന രാജ്യങ്ങളുടെ, നമ്മുടെ ഇന്ത്യയുടെ ആയാലും നമ്മുടെ ദുബായിയുടെ ആയാലും രാജ്യങ്ങളുടെ ക്രെഡിബിലിറ്റി നോക്കണം. ആ സ്ഥിതിക്ക് ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഇത് തക്കാതായ രീതിയിൽ വലിയ രീതിയിൽ അന്വേഷണം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എയർപോർട്ട് വഴിയൊക്കെ ഇമാതിരി കടത്തോ എങ്കിൽ അത് ചുമ്മാ വെറുതെ ഇരുന്ന് വായ്ത്താളടിച്ച് തീർക്കേണ്ട കേസല്ല. തക്കതായ രീതിയിൽ അന്വേഷിക്കണം. അടിമകളാക്കിയിട്ട് ഇവിടെ ഡ്രഗ്സ്, അതിനുശേഷം പിന്നെ ഇവര് പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ഡ്രഗ്സിന്റെ മാഫിയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയത് പറയാം. ഒരുപാട് എണ്ണത്തിന് എനിക്കറിയാം ഇവിടെ. പക്ഷെ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് വരാം. ഇവന്മാരൊക്കെ ഒരുപാട് പേര് എനിക്കറിയാം. കാര്യം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് ഉള്ളെങ്കിൽ പോലും. ചേച്ചി ഇത്രയും കാലം ഇടയിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ മാറിയത്. ചേച്ചി ഇത്രയും കാലം ഇടയിലിരുന്ന് എന്തായിരുന്നു പരിപാടി? ഈ വോയിസിൽ പറയുന്ന ചേച്ചി അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും കാലം അവന്മാരുടെ ഇടയിലിരുന്നല്ലേ, എന്തായിരുന്നു പരിപാടി? അപ്പൊ ഇത്രയും കാലം അവന്മാരെ ഇണ്ടാത്ത് മാഞ്ച് പറ്റിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് അവന്മാരെ ഇറക്കി വിട്ട് കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ ഉടായ്പ തൂക്കി വേറെ എന്തെങ്കിലും വിഷയങ്ങൾ അവിടെ ഉണ്ടായി നിങ്ങളെ മാറ്റി വിട്ട് കാണും. അതിനുശേഷം അവന്മാർക്കെതിരെ അടിക്കുന്നതായിരിക്കും. ഇതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറഞ്ഞതാണ്. പലപ്പോഴും എൻ്റെ ഇൻഡ്യൂഷൻസ് തെറ്റാറില്ല. ഈ പറയുന്ന പോലെ സ്വർണ്ണക്കടത്ത് കൊച്ചി എയർപോർട്ടിലോ ഇതെന്തുവാണ് വെള്ളരിക്കപ്പെട്ടണോ? ഇത് നടക്കുവോ ഇങ്ങനെ? കൊച്ചി എയർപോർട്ടിലൊക്കെ ഇതെല്ലാം തക്കതായ രീതിയിൽ അവർ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുറത്തു വിടുന്നത്. ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണം. ഇത് വലിയ ഒരു സംഭവമാണ്, ചെറിയ ആപ്പോപ്പ കേസൊന്നുമില്ല. അല്ല രേണു സുധീര മറ്റേ സുനിയേട്ട എന്ന് വിളിച്ചിട്ടുള്ള അമ്മാതിരി പരിപാടിയൊന്നും അല്ല ഇത്. ആപ്പോപ്പ കേസല്ല, ഇത് ഇന്റർനാഷണൽ വള്ളിയാണ്. എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പെൺപിള്ളേർ ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാനാണ് ഇവരുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തുന്നത് ഇവന്മാർക്ക് മനസ്സിലായി. എന്നെ ഒരിക്കലും പിടിക്കില്ല. ചേച്ചിന്റെ ആ വോയിസ്, മറ്റേ ഇന്നലെ ഇട്ട വോയിസ്, ആ ഗ്രൂപ്പില് അംഗത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കാരണം ഇവരിപ്പോ ഈ വോയിസ് ഗ്രൂപ്പിൽ കിടന്നിട്ട് തപ്പാണ്. ഇത് ആരായിരിക്കും ഈ ടൈമിൽ ഇങ്ങനെ? പക്ഷെ ഇവര് സൈലന്റ് ആണ്. ഇപ്പൊ ഇവരെല്ലാരും ജാഗരൂകരാണ്. ഇവര് വളരെ നന്നായിട്ട് ചേച്ചിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന മാഫിയ ഒന്നുമല്ല. 3 മാഫിയയാണ്. 1 കാസർഗോഡ്, 1 കോഴിക്കോട്, 1 തൃശ്ശൂര്. ഇങ്ങനെ 3 മാഫിയകളാണ്. കേട്ടല്ലോ, കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂർ എന്നീ 3 സ്ഥലങ്ങളിലെ വൻ മാഫിയ എന്നാണ് ഈ വോയിസിൽ ഈ ലേഡി പറഞ്ഞു വെക്കുന്നത്. ഇത് ചെറിയ അലിഗേഷൻസ് അല്ല. ഇത് ഇന്റർനാഷണൽ കളി ആയിട്ടുണ്ട്. ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഇവിടെ നമ്മുടെ നാടിന്റെ ആ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും അറിയും. അതുകൊണ്ട് നമ്മൾ ഓരോ പണികൾ ചെയ്ത് വെച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തിടുക്കം കാണിക്കില്ല, വെയിറ്റ് ആൻഡ് വാച്ച്. മൊത്തം മലയാളികളാണ് ഇവിടെ സ്പായും ബാറും തേങ്ങയും മാങ്ങയും ഒക്കെ നടക്കുന്നത്. ഇവിടെ സ്പായുടെ ഒന്നും ബാറിന്റെ ഒന്നും പ്രൊമോഷൻ ഒന്നും അനുവദിക്കത്തൊന്നുമില്ല. ഇവിടെ ലീഗലാണ്. ചേച്ചിക്കറിയാതെ, ചേച്ചി 22 വർഷം ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. അതിന്റെ കുറെ കാരിയേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരാൻ ചേച്ചി. മറ്റേ എന്താ പറയാ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം തരാം, ഫോട്ടോസ് തരാം. ഇവരൊക്കെ ഗോൾഡ് കാരിയേഴ്സ് ആണ്.
രേണു സുധീൻ സി എല്ലാവരുടെ ഡീറ്റെയിൽസും തരൂ, എല്ലാ ഡീറ്റെയിൽസും പുറത്തു വിടൂ. എന്തിനാണ് ഇങ്ങനെ വെച്ച് പുതുക്കുന്നേ? എളുപ്പമാവട്ടെ, കാര്യങ്ങളെല്ലാം ഷടപടയെ നടക്കട്ടെ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യട്ടെ, അതല്ലേ അതിന്റെ ഒരു ശരി. ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവള് വെറുതെ ഒന്നും ഇവളെ ഈ പറയുന്ന പെണ്ണുങ്ങളെന്നും നാട്ടിൽ നിന്ന് ഇവന്മാരാരും കൊണ്ടുവരത്തില്ല. നമുക്കറിയുന്നതാണ് ഇതൊക്കെ. ഇത് കള്ളത്തരമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മക്കളെ പിടിച്ചിട്ടാണ് ഞാൻ സത്യം ചെയ്തേക്കുന്നത്. എനിക്ക് എന്റെ മക്കളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇവിടെ രേണുസുതി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ തങ്കച്ചൻ ഇവറ്റകളെ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് അവൾ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. അല്ല, ഇത്രയും വലിയൊരു വേസ്റ്റ് കൂമ്പാരത്തിൽ അവൾ വന്ന് ചാടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് അതിന്റെ ഇടയിൽ, ആ വേസ്റ്റ് കൂമ്പാരത്തിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഇരുന്നു എന്നും നിങ്ങൾ പറയുന്നുണ്ട്. എന്തുവാണ് ഇതൊക്കെ? ഇത് ഏതാ യൂണിവേഴ്സ്? ഞാനൊരു കാര്യം പറയാം, ഈ വോയിസിലുള്ളത് ഏതോ കഴുപ്പണം കേട്ട സാധനമാണ്. അത് അക്ഷരം പ്രതി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇത് എന്തുവാ? ഗോൾഡ് സ്മഗ്ലിങ്, ഡ്രഗ്, എന്തുവാ ഇന്റർനാഷണൽ? ഇതാര്? മറ്റേ ഓപ്പറേഷൻ ഡാനി. ഏത് ഡാനി? മറ്റേ ദൊറസിംഗം 3 ആ ഓപ്പറേഷൻ ഡി ആണെന്ന് തോന്നുന്നു. വാവ്, ഇത് ഓപ്പറേഷൻ R. രേഷ്മ പി തങ്കച്ചൻ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത് ഓപ്പറേഷൻ RTP. രേഷ്മ പി തങ്കച്ചൻ. വാവ്, നൈസ്. രേഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവള് ഗൾഫിൽ പോകുമ്പോ 150 ഓൺലൈൻകാര്, തിരിച്ചു വരുമ്പോ ഇവള് കാത്തു നിൽക്കാൻ 150 ഓൺലൈൻ ചാനലുകാര്. ചേച്ചി, അതാണ് വിഷയല്ലേ? അതെങ്ങനെ പറ? രേഷ്മ തങ്കച്ചന്റെ ഓൺലൈൻ ചാനൽസും മീഡിയസും ഫെയിം അതാണോ? അയ്യേ, ഇങ്ങനെ നാറിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഫെയിം കൊണ്ട് എന്നാത്തിനാ ചേച്ചി? കുറച്ച് പൈസ ഉണ്ടാക്കാം, അല്ലാതെ തന്നെ കോണത്തിൽ ചുരുട്ടി വെക്കാൻ കൊള്ളാം. അതിന്റെ മക്കൾക്കൊന്നും വേറെ ഒരു തൊഴിലുമില്ല. ഇവള് വിളിക്കുമ്പോഴേക്ക് വരാൻ. ഇവൾ ആരാണ്? ഇവൾ ഇന്നലെ മെലിഞ്ഞാണ്ട് ഇവളെ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നു, മറ്റേ നമ്മുടെ സണ്ണി ലിയോന്റെ കൂടെ. ഇവള് ഇരുന്ന് ചിരിക്കുന്ന ഒരു പിക്ചർ. ഇവളുടെ സംസ്കാരം മനസ്സിലായില്ലേ? അതോടുകൂടി ഇവളുടെ സംസ്കാരം മനസ്സിലായി. ഇവള് ഏതാണ്? ഇവള് ഉപമിക്കാൻ നോക്കാണ്. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഇവളേതാണ്, അതാണ്, ഇതാണ്, ഓക്കെ, അത് ശരിയാണ്. അവള് വേറെ കഷ്ടപര്യാദ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ചേച്ചി ഒരു സമയത്ത് അവന്മാരുടെ ഇടയിൽ ഇരുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേച്ചി ഏതാണ്? ഏത് മൂഡ്? ഓണം മൂഡ്, മനസ്സിലായ? അതുകൊണ്ട് ചക്കിക്കൊത്ത ചങ്കര ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷെ എനിക്കറിയേണ്ട ഒരു കേസ്, നമ്മുടെ കൊച്ചി എയർപോർട്ട് വഴി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 ജില്ലകളിലെ മാഫിയ സെറ്റപ്പ് ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം. ഇത് ചെറിയ ആപ്പോപ്പ കേസൊന്നുമല്ല. ഇവർ പറയുന്ന പോലെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എല്ലാം പുറത്തു കൊണ്ടുവരണം. നമ്മുടെ നാടിനെ നാണം കെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. അതുപോലെ ദുബായിൽ ഉള്ള ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വോയിസും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യണം. കാരണം ദുബായിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം അവരുടെ ശ്രദ്ധയിലും പെടുത്തണം. നമുക്ക് സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണ്ടേ, എല്ലാവരും പെടണ്ടേ, അതല്ലേ എൻ്റെ ഒരു ആവശ്യം. ഇനി ദാസപ്പൻ കോഴിക്കോടുണ്ടല്ലോ, ദാസപ്പായി ഒരുത്തായി വേട്ടവാളിയെ, യവനെ പറ്റിയിട്ട് ഒരു പയ്യൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. എടാ ദാസപ്പ, നീ ഇല്ലാടി തന്നെ. അത് കണ്ടു, അവരെനിക്ക് അറിയാവുന്നതാണ്. അവരാ മെസ്സേജിനെ കാണിക്കുകയും ചെയ്തു. മോശം കറക്റ്റായിട്ട് എനിക്ക് അയച്ചു പറ്റുള്ളൂ. നമ്മൾ മീഡിയക്ക് വേണ്ടി അത് കാണിക്കാൻ ശരിയല്ലല്ലോ. നമ്മൾ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ് ഈ ദാസ. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നതാണ്. കൂട്ടുകെട്ടി അവിടെ കൊണ്ട് നിർത്തി അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരാള് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ ആവും. അങ്ങനെയാണ് പുള്ളിയുടെ ഇത്. അതായത് താല്പര്യ കക്ഷിയാണ്, പരസ്പര ഇഷ്ടത്തോടെ ചെയ്യുന്ന ആ പരിപാടി. നല്ലവനാണ്, വേറെ ആരെയും ഭീപ്പിച്ചില്ലല്ലോ, നന്നായി. നമുക്കൊന്നും പറയാനില്ല. കാരണം പരസ്പര ഇഷ്ടത്തോടെ പുള്ളി താല്പര്യ കക്ഷിയാണെങ്കിൽ പുള്ളിയും താല്പര്യ കക്ഷിയാണ്. ആ സെറ്റപ്പ് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അത്രേ ഉള്ളൂ. ആരെങ്കിലും അടുത്തൊക്കെ അപ്രോച്ച് ചെയ്യാനിട്ടൊക്കെ വരും നാറികൾ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനിയിപ്പം പരസ്പര ഇഷ്ടത്തോടെ രണ്ടുപേരും തമ്മിൽ ചേർന്ന് പരിപാടി ചെയ്യണമെങ്കിൽ നമുക്കൊന്നും പറയാനില്ലേ. അത് എന്ത് ചെയ്യാൻ? ഇപ്പം ആരുടെയും കൺസെന്റില്ലാതെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പരസ്പര ഇഷ്ടത്തോടെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു അവൻ ഇവളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തതാണ്, അതായിരിക്കും. അല്ലാണ്ട് അവനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. താല്പര്യ കക്ഷിയായിരിക്കും, ഗവൺമെന്റ് സെർവന്റ് അല്ലേ അവൻ. നാറി, ഒന്നും പറയുന്നില്ല. കേട്ടല്ലോ ദാസപ്പയോ വലിയ നന്മമരം പോലെ ഇരുന്ന് സംസാരിക്കും. എടാ, ഞാനും ഈ ലോകം കണ്ട നന്മരല്ല കേട്ടോ, അത് ഞാൻ ആദ്യമേ പറയാം. പക്ഷെ എത്തിക്സ് വിട്ടുള്ള കളിക്കൊന്നും നമ്മളില്ല. പിന്നെ താല്പര്യത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന ദാസപ്പ, ഞാൻ നിന്നൊന്നും പറയുന്നില്ല. നീ എന്നാന്ന് വെച്ചാൽ ചെയ്യും.
വിപിൻലാൽ പറയുന്ന കണ്ടന്റ്. പക്ഷെ എനിക്കൊന്ന് കുറച്ചും കൂടെ അത് എനിക്ക് രേഷ്മയ്ക്കൊക്കെ അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ് കോഴിക്കോടായിട്ടുള്ള ഷൂട്ടിന്റെ കാര്യങ്ങൾ. പിന്നെ പുള്ളിയായിട്ട് പുതിയ വർക്കുകളോ കാര്യങ്ങളോ വിളിച്ചാലും പിന്നെ അങ്ങനെ ഇപ്പോൾ ഇവരാരും പോകാറില്ല അല്ലേ? വിളിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വർക്ക് ആരും പോകാറില്ല. പിന്നെ നമ്മളെയും വിളിച്ചിട്ടില്ല പുതിയ വർക്കിനൊന്നും നമ്മളാരും പോകാറില്ല. ബിക്കോസ് മറ്റൊന്നും കൊണ്ടല്ല, അതിപ്പം എന്താ പറയുക, മെയിൽ ആർട്ടിസ്റ്റിനും ഫീമെയിൽ ആർട്ടിസ്റ്റിനും ഒന്നും ഇല്ലാത്ത രീതികളിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെന്നൊക്കെയാണ് പൊതുവായ അഭിപ്രായം. ഇവനാരെ ഗുണ്ടനാണ്, മെയിലും ഫീമെയിലും ഒന്നുമില്ല, അവന് ഏതും പോരും. എന്തുവാ ഏർപ്പാട് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചുവാ. ഇനി ഇതാ തങ്കമ്മയെ നോക്ക്, രേഷ്മ ഈ തങ്കമ്മ ഇപ്പൊ എല്ലാം പെരുകി പിടിച്ചോണ്ട് നിൽക്കും നാട്ടുകാരെ കാണിക്കാനായിട്ട്. ക്യാമറാമാൻമാരാണെങ്കിൽ അകത്ത് കയറി എടുക്കും. പിന്നെ കുഴപ്പമില്ല, മെമ്പർഷിപ്പ് ഇടണതല്ലേ, കാണിക്കും നീ നാട്ടുകാരെ. കടലിന്റെ അല്ലേ കടലൊക്കെ ആർക്കും വേണം. ഒന്നും പറയാനില്ല, കേട്ടല്ലോ. വോയിസിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇനി സംസാരിക്കേണ്ട കാര്യങ്ങൾ. അത് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഞാനിവിടെ രേഷ്മാബി തങ്കച്ചനെ വെളുപ്പിക്കാനൊന്നും വന്നല്ലേ. ഇവള് തെറ്റ് കേട്ടുണ്ടെങ്കിൽ ഇവള് ശിക്ഷിക്കപ്പെടണം. ഇവളെ വിടരുത്, വെറുതെ വിടരുതെങ്കിൽ. കാരണം ഇവൾ ഇമാതിരി കടത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ എയർപോർട്ട് വഴി നടത്തുന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഇനി ഒരുപക്ഷെ ഇതെല്ലാം വെറും അലിഗേഷൻസ് മാത്രമായിരുന്നു, രേണാസുന ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് നിന്ന് കളിച്ചവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇല്ലാത്തൊരു അലിഗേഷൻ ഒരാളുടെ തലയിൽ അടിച്ചിട്ട് കൊടുക്കുന്ന എനിക്ക് യോജിപ്പില്ല. ഉള്ളതാണെങ്കിൽ പൊന്നുമോളെ നീ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നിന്നെ വെള്ളത്തിൽ പിടിച്ച് മുക്കി കുടിപ്പിക്കും. ഇതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്.